സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടിവിയും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പൗരോഹിത്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കുദാശയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി നമുക്ക് പരിശ്രമിക്കാം. ജെയിംസ് സാറ് തന്നെയാണ്. പിതാവേ, എൻ്റെ പേര് ജെയിംസ് ഉളാക്കുഴി. ഈ 20-ാം നൂറ്റാണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും ആയിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റേതും അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും കൂടിയാണ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഏക ചർച്ചകളും അംഗീകാരവും ഇപ്പോൾ പൊതുസമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം മനുഷ്യനെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, അതോടൊപ്പം തന്നെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നു. തുടർന്ന് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ ഏകനായിരിക്കുന്നതെന്നല്ല, അവന് അനുരൂപമായ ഇണയെ തിരഞ്ഞെടുത്ത് കൊടുത്തു എന്നും പറഞ്ഞു. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 1:31 തൻ്റെ സൃഷ്ടികളെല്ലാം മനോഹരമായിരിക്കുന്നു എന്നും ദൈവം കണ്ടതായി നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും സങ്കീർത്തനങ്ങൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഇതിന് ഉപോദ്ബലകങ്ങളായ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം തന്നെ 12-ാം വാക്യത്തിൽ അതേപോലെ തന്നെ അവൻ ശിഖണ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ടന്മാർ സ്വമേധയാ ജനിക്കപ്പെടുന്നുണ്ടെന്നും ചിലർ അവർ ഷണ്ടന്മാരാക്കുന്നുണ്ടെന്നും ദൈവത്തിന് വേണ്ടി ഷണ്ടന്മാരായി ജീവിക്കുന്നവരുണ്ടെന്നും കാണും. തുടർന്ന് നമ്മൾ സങ്കീർത്തനങ്ങൾ കാണുന്നു, ലൂക്കായുടെ സുവിശേഷങ്ങളൊക്കെ ഇതിന് ഉപോദ്ബലകങ്ങളായ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാരമ്പര്യത്തിന് അപ്പുറമായിട്ട് വചനങ്ങളിൽ ഈ തിരുപ്പട്ടം, വിവാഹം എന്നീ കൂദാശകൾ ഇവർക്ക് നിഷേധിക്കാൻ തക്കതായ കാരണങ്ങളുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവം തൻ്റെ സൃഷ്ടികളെല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ട് അവർക്ക് നിഷേധിക്കപ്പെടുന്നു? അത് ശരിയാണോ? അങ്ങനെയുള്ള ഉപോദ്ബലകങ്ങളായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒന്ന് പൗരോഹിത്യവുമായിട്ടാണ് ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മളിപ്പോൾ നടത്തുക. പൗരോഹിത്യം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ പൗരോഹിത്യം പുരുഷന്മാർക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് മോശമായതുകൊണ്ടല്ല അവർക്ക് പൗരോഹിത്യം കൊടുക്കാത്തത്. അത് സ്ത്രീകൾ മോശമാണോ? അല്ല, സ്ത്രീകൾക്ക് പൗരോഹിത്യം ഇവിടെ കൊടുക്കുന്നില്ല. സ്ത്രീകളോട് പൗരോഹിത്യം കൊടുക്കാത്തതിൻ്റെ പേരിൽ സഭ വിവേചനം കാണിച്ചു എന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സും. അവർ ഒരു 3-ാം ലിംഗം എന്ന ഗണത്തിൽ, തേർഡ് ജെൻഡർ എന്ന് അവർ അറിയപ്പെടുന്നു എന്നാണ് അവരുടെ വാദം. ഓക്കെ, അതിന് അവരുടെ ആ അവസ്ഥയെ സഭ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരായിരിക്കുന്ന അവസ്ഥയിൽ സഭ അവരെ മക്കളായി കരുതി സ്നേഹിക്കുന്നു എന്നുള്ളത് സത്യം. പക്ഷേ പൗരോഹിത്യം ആർക്കൊക്കെയാണ് സ്വീകരിക്കാൻ അവകാശമുള്ളത് എന്ന് സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിലുണ്ട്.
ഈ ജെയിംസ് സാറ് ഒരുപാട് ദൈവവചനം പറഞ്ഞുവെങ്കിലും അതിലെവിടെയെങ്കിലും ഈ ട്രാൻസ്ജെൻഡേഴ്സിന് പൗരോഹിത്യം കൊടുക്കണം എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് എനിക്ക് യാതൊരു പിടിയുമില്ല. തന്നെയുമല്ല, ഒരു കാര്യം മനസ്സിലാക്കുക, പൗരോഹിത്യം ഈശോമിശിഹ എന്ന വ്യക്തിയെ ഈ ഭൂമിയിൽ പ്രതിനിധാനം ചെയ്യുന്ന ശുശ്രൂഷയാണ്. ആൾത്തർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തു ആകുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യം. ഈശോമിശിഹ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചപ്പോൾ അവൻ പുരുഷനായിരുന്നോ സ്ത്രീ ആയിരുന്നോ അതോ ട്രാൻസ്ജെൻഡർ ആയിരുന്നോ? ജെയിംസ് സാറേ, ഈശോ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ വാസ് ഈ മെയിൽ, ഫീമെയിൽ ഓർ ട്രാൻസ്ജെൻഡർ? അവതാരത്തിൽ പുരുഷനായിരുന്നെങ്കിലും ദൈവത്തിന് രൂപമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് രൂപമില്ല എന്നുള്ളത് സത്യം. അതാണ് ഞാൻ ചോദിച്ചത്. മനുഷ്യനായി അവതരിച്ച ഈശോയ്ക്ക് രൂപം ഉണ്ടോ? ഉണ്ട്. ആ രൂപം ഏതായിരുന്നു? പുരുഷനായിരുന്നു. ഈശോയുടെ ഈ ഭൂമിയിലെ ദൗത്യം തുടരുക എന്നുള്ളതാണ് പൗരോഹിത്യം. സോ വി ആർ പെർഫോമിംഗ് ദ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ് ഇൻ പെർസോണ ക്രിസ്തി എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയും. എന്ന് പറഞ്ഞാൽ ഈശോ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവൻ ചെയ്ത ദൗത്യം അതേപടി തുടരുകയാണ് പൗരോഹിത്യം. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലെ ഈശോയുടെ ദൗത്യമാണ് പുരോഹിതൻ നിറവേറ്റുന്നത്. നിത്യതയിൽ പിതാവുമായി സത്തയിൽ ഏകനായിരിക്കുന്ന ഈശോയെ നമുക്ക് ഈ ഭൂമിയിൽ ആർക്കും പ്രതിനിധാനം ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് മനുഷ്യനായി അവതരിച്ചപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് പുരോഹിതൻ ഈ ഭൂമിയിൽ നിറവേറ്റുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനായി അവതരിച്ച ഈശോമിശിഹ തൻ്റെ അസ്തിത്വത്തിൽ പുരുഷനായിരുന്നു എന്നുള്ളതിനാൽ പൗരോഹിത്യം ശുശ്രൂഷ പുരോഹിതർക്കായി നിജപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജെയിംസ് സാറിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ സഭയും അതോടൊപ്പം തന്നെ സമൂഹവും ഭിന്നലിംഗക്കാരോട് നല്ല ഒരു സമീപനമാണ് ഇപ്പോൾ പുലർത്തുന്നത്. തീർച്ചയായിട്ടും. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ഷെർലി ടീച്ചറുടെ ചോദ്യം എന്താണ്? എനിക്കുള്ള സംശയം ഇതാണ് പിതാവേ, മുൻ ചോദ്യത്തോട് ബന്ധപ്പെടുത്തി തന്നെയാണ്. അതായത് ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തെ നമ്മൾ സഭ ഏറെ പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. മറ്റു ചില സഭകളിലും സ്ത്രീ സമൂഹത്തിന് പൗരോഹിത്യം നൽകുന്നുണ്ട്. സമർപ്പിതരായി ജീവിക്കുന്നവരും തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ത്രീ സമൂഹത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്? ഒന്ന് വ്യക്തമാക്കാമോ? യെസ്, ഷെർലി ടീച്ചർ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ? ഓക്കെ. അതായത് ഷെർലി ടീച്ചർ പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ഒരു ഉത്തരവുണ്ട്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈശോയുടെ അമ്മയായ ദൈവമാതാവ് എന്ന പദവി ഒരു സ്ത്രീക്കാണ് കിട്ടിയേക്കുന്നത് അല്ലേ? ദൈവപിതാവ് എന്ന് പറയുന്ന ഒരു പുരുഷനുണ്ടോ? ഇല്ല. അത് സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ പേരാണ് എന്ത്? ദൈവപിതാവ് എന്ന് പറഞ്ഞു. അതേസമയം ദൈവമാതാവ് എന്ന പദവി ആർക്കാണ്? ഒരു സ്ത്രീക്കാണ്, ഒരു മനുഷ്യ സ്ത്രീക്കാണ് അത് ലഭിച്ചിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാനാവുന്ന ഔന്നത്യത്തിൻ്റെ പരകോടിയായ ഔന്നത്യം ബൈബിളിൽ നൽകപ്പെട്ടിരിക്കുന്നത് സ്ത്രീക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞു. വനിതാ പൗരോഹിത്യം എന്തുകൊണ്ട് സഭ അനുവദിക്കുന്നില്ല? കാരണം പൗരോഹിത്യത്തിൻ്റെ ദൈവശാസ്ത്രം അതാണ്. മനുഷ്യാവതാരം ചെയ്ത ഈശോമിശിഹായെ വ്യക്തിപരമായി അവൻ്റെ വ്യക്തിത്വത്തിൽ പ്രതിനിധാനം ചെയ്യുക എന്ന ദൗത്യം ആണ് പൗരോഹിത്യത്തിനുള്ളത്. മനുഷ്യാവതാരം ചെയ്ത ഈശോമിശിഹ പുരുഷനായിരുന്നു എന്ന് ജെയിംസ് സാറ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ട്. സാറ് സാക്ഷ്യപ്പെടുത്തിയില്ലേലും മനുഷ്യാവതാരം ചെയ്ത ഈശോ പുരുഷനായിരുന്നു. ഇനി ഈശോമിശിഹ പൗരോഹിത്യം നൽകാനായി തെരഞ്ഞെടുത്ത 12 അപ്പസ്തോലന്മാർ അവരെല്ലാവരും ആരാണ്? പുരുഷനാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ചേടത്തിമാരെ നാട്ടിൽ കിട്ടാനില്ലാഞ്ഞിട്ടാണോ? പല ചേടത്തിമാരോടും ഈശോയുടെ ഒപ്പം ഉണ്ടായിരുന്നു.
മഗ്ദലനാകാരി മറിയം, കൂസായുടെ ഭാര്യ സലോമി, അതുപോലെ തന്നെ മറ്റേ മറിയം, മർത്ത, ഇങ്ങനെ കുറേ ചേട്ടത്തിമാർ ഈശോയുടെ ഒപ്പം പുറകെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ ആരെയും ഈശോ വൈദികരാക്കിയില്ല എന്നുള്ളത് സത്യം. മറിച്ച് ഈശോ പൗരോഹിത്യം ഈ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ചുവെങ്കിൽ ഈശോ അതിലെന്തോ വിഭാവനം ചെയ്യുന്നുണ്ട്. താനെന്ന വ്യക്തിയെ ഈ ഭൂമിയിൽ പ്രതിനിധാനം ചെയ്യുക എന്നുള്ളത് ആ ഒരു ശുശ്രൂഷ ചെയ്യാൻ ഈശോ അപ്രകാരം 12 പേരെ തിരഞ്ഞെടുത്തു. ഇനി പലരും പറയാറുണ്ട്, അന്ധകാലത്ത് സ്ത്രീകളെ ബഹുമാനിക്കുന്ന പതിവില്ലായിരുന്നു, അന്ധകാലത്ത് സ്ത്രീകളെ കൊണ്ടൊന്നിനും കൊള്ളിയല്ലായിരുന്നു, അതുകൊണ്ടാണ് ഈശോ അവരെ എടുക്കാതിരുന്നത്. ഇന്ന് സ്ത്രീകൾക്ക് ഇത്രയും മുൻഗണന ലഭിക്കുന്ന കാലത്ത് സ്ത്രീകളെ പരിഗണിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈശോ മിശിഹ ഒരിക്കലും ആ കാലഘട്ടത്തിൻ്റെ ചിന്തയെ അതേപടി അനുധാവനം ചെയ്തൊരു വ്യക്തിയായിരുന്നില്ല. അവൻ നിലവിലുള്ള സംസ്കാരത്തിൻ്റെ കുറവിനെ തിരുത്തി ഒരു പ്രതിസംസ്കാരം, ഒരു കൗണ്ടർ കൾച്ചർ രൂപപ്പെടുത്തിയ വ്യക്തിയായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഈശോയുടെ കാലത്ത് സ്ത്രീയുടെ സാക്ഷ്യം ആരും വിശ്വസിക്കരുത് എന്ന്, പെണ്ണുങ്ങൾ കോടതിയിൽ സാക്ഷ്യം പറയാൻ പാടില്ലെന്ന നിയമമുണ്ടായിരുന്നു. ഒരു യഹൂദ മിഷ്ന പറയുന്നത് പെണ്ണുങ്ങളുടെ സാക്ഷ്യം പറച്ചിലും കോടതിക്ക് പുറത്തുള്ള നായ്ക്കളുടെ കരച്ചിലും തുല്യ വിലയുള്ളതാണ്. എന്നെ തല്ലരുത്, യഹൂദ മിഷ്ന. അത് അത്രയും സ്ത്രീയെ ആക്ഷേപിക്കുകയാണ്. സ്ത്രീയുടെ സാക്ഷ്യത്തിന് ഒരു വിലയില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഈശോ എന്നാ ചെയ്തത്? നിങ്ങൾ ബൈബിൾ നോക്കുക, ബൈബിളിൻ്റെ ഏറ്റവും വലിയ 2 രഹസ്യങ്ങൾ സ്ത്രീകൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ഇല്ലേ? അവിടുന്ന് ഗബ്രിയേൽ മാലാഖയെ അയച്ച് ഈശോ മനുഷ്യനായി പിറക്കുന്നു എന്ന വാർത്ത അറിഞ്ഞത് ആരാണ്? പരിശുദ്ധ മറിയം എന്ന സ്ത്രീയാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യരും വിശ്വസിക്കേണ്ടത് ആരെയാണ്? ആ സ്ത്രീയുടെ വാക്കിനെ അല്ലേ? ഗബ്രിയേൽ മാലാഖ ഈ ദൂത് പറയുമ്പോൾ ചുറ്റുവട്ടത്ത് ഒരു ഒറ്റ പുരുഷനെ നിർത്തിയില്ല. ബോധപൂർവം ഒരു പെണ്ണിൻ്റെ വാക്ക് വിശ്വസിച്ചാണ് രക്ഷാചരിത്രം ആരംഭിക്കേണ്ടത് എന്ന് ദൈവം തീരുമാനിച്ചു. ഇനി രണ്ടാമത്തെ വലിയ രഹസ്യം ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ളു. അത് ഈശോ ആരോടാ പറഞ്ഞത്? മഗ്ദലനാകാരി മറിയത്തോട്. സ്ത്രീകളോട് പറഞ്ഞാൽ കാട്ടുതീ പോലെ പരന്നോളും എന്നതുകൊണ്ട് പറഞ്ഞതെന്നാണ് ചില ശത്രുക്കൾ പറയുന്നത്. അതല്ല, സ്ത്രീയോട് പറഞ്ഞാൽ അത് യഹൂദരാരും ആ സാക്ഷ്യം വിശ്വസിക്കുകയല്ല. പക്ഷേ ഈ ലോകം മുഴുവനും സ്ത്രീയുടെ വാക്കിനെ വിശ്വസിക്കണമെന്ന് ചിന്തിച്ച് ആ രഹസ്യം ഒരു സ്ത്രീക്ക് വെളിപ്പെടുത്തിയതാണ് ഈശോ മിശിഹ. അതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന സംസ്കാരത്തിൻ്റെ അപജയങ്ങളെ അതേപടി അനുധാവനം ചെയ്ത ഒരു നേതാവായിരുന്നില്ല ഈശോ മിശിഹ. ആ സംസ്കാരത്തെ കാലോചിതമായി തിരുത്താനും സ്ത്രീകൾക്ക് തുല്യ പദവി നൽകാനും എപ്പോഴും പ്രാധാന്യം കാണിച്ചിരുന്ന ഈശോ മിശിഹ. അവിടുന്ന് പുരുഷന്മാരെ സുഖപ്പെടുത്തുന്നതോടൊപ്പം സ്ത്രീകളെ സുഖപ്പെടുത്തുന്നു. സ്ത്രീയുടെ വേദനയെയും കണ്ണുനീരിനെയും ഒരുപക്ഷെ ഇത്രമേൽ ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ് അല്ലേ? നായിമിലെ ഒരു വിധവ മകൻ നഷ്ടപ്പെട്ട് കരഞ്ഞപ്പോൾ ഈശോ അവിടെ നിന്നു, അവളുടെ കണ്ണുനീർ തുടച്ചു, മകനെ എഴുന്നേൽപ്പിച്ചു വിട്ടു. ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു കൊടുത്തു. ഈശോ മിശിഹ ചെയ്തത് അത്രയും സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഈശോ മിശിഹ അല്ലേ? സ്ത്രീകളെ ആക്ഷേപിക്കാൻ ഈശോ ആരെയും അനുവദിച്ചിരുന്നുമില്ല എന്നതാണ് സത്യം. ഇതൊക്കെ ആയിട്ടും ഈശോ സ്ത്രീക്ക് പൗരോഹിത്യത്തിലേക്ക് പ്രവേശനം കൊടുത്തില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈശോ മിശിഹായെ ശുശ്രൂഷിക്കാൻ പല വഴികളുണ്ട്. ഈ സ്ത്രീകൾ ഗലീലി മുതൽ കാൽവരി വരെ ഈശോയെ ശുശ്രൂഷിച്ച് നടന്ന സ്ത്രീകളുണ്ട്. പൗരോഹിത്യം അവർക്ക് നിർബന്ധമുള്ള കാര്യമല്ല. അത് പൗരോഹിത്യം വേണം എന്ന് ഇന്ന് നമ്മൾ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൗരോഹിത്യത്തിന് ഇന്ന് സമൂഹത്തിലുള്ള നിലയും വിലയും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പ്രിയ സഹോദരിമാരെ നിങ്ങൾ ആ ഒരു വാദം ഉന്നയിക്കുന്നു അല്ലേ? ശരിക്കും അതെ. ഞങ്ങളെ എന്തുകൊണ്ട് സിസ്റ്റർ ആക്കുന്നില്ല എന്ന് നിങ്ങൾ ആരും ചോദിക്കുന്നില്ലല്ലോ അല്ലേ?
കാരണം എന്ത് എന്ന് ചോദിച്ചാൽ പൗരോഹിത്യത്തിൻ്റെ നിലയും വിലയും പരിഗണിച്ചുകൊണ്ട് അതൊരു നമ്മൾ സ്ത്രീ പൗരോഹിത്യത്തിന് വേണ്ടി വാദിക്കുന്നത് ദൈവശാസ്ത്ര കാരണങ്ങളാലല്ല, സാമൂഹിക ശാസ്ത്ര കാരണങ്ങളാലാണ് എന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അച്ഛനാകുന്നതോ മെത്രാനാകുന്നതോ ഒന്നുമല്ല. ഒരു വിശ്വാസിയുടെ പരമമായ മഹത്വം ഏതാണ്? വിശുദ്ധ പദവിയിലെത്തുക എന്നതാണ്. അച്ഛൻ പദവിയിലെത്തിയിട്ട് നേരത്തെ ജെസി ടീച്ചർ പറഞ്ഞതുപോലെ വഴിതെറ്റിപ്പോയ എത്ര എണ്ണങ്ങളുണ്ട് ഇല്ലേ? അതുകൊണ്ട് അച്ഛൻ പദവിയിലെത്തിയത് കൊണ്ട് എന്തേലും ആയോ? ഒന്നും ആയിട്ടില്ല. അച്ഛൻ്റെ കാര്യവും പോക്കാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മെത്രാൻ പദവിയിലെത്തിയാൽ എന്തെങ്കിലുമൊക്കെ ഉറച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആരുടെയും കാര്യം ഒന്നും ഉറപ്പുള്ളതല്ല. ഉറപ്പുള്ള ഒരേ ഒരു പദവിയെ സഭയിലുള്ളൂ. അതേതാണ്? വിശുദ്ധ പദവി. ആ വിശുദ്ധ പദവി സ്ത്രീകൾക്ക് നിഷേധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു സ്ത്രീകളോട് വിവേചനം കാണിച്ചു എന്ന്. വിശുദ്ധ പദവിയിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ്. നിങ്ങൾ കേരളത്തിലെ തന്നെ ചരിത്രം എടുത്ത് നോക്കും. മിക്കവാറും പെണ്ണുങ്ങളെല്ലാം സ്വർഗത്തിൽ കയറുന്ന ലക്ഷണമാണ് അല്ലേ? ഇപ്പൊ തന്നെ എത്ര പേരുണ്ട്? അൽഫോൻസാമ്മ, പിന്നെ എവുപ്രാസ്യാമ്മ, മറിയം ത്രേസ്യയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമാകും. നമ്മുടെ റാണി മരിയാമ്മ രക്തസാക്ഷിയായി. വിശുദ്ധയായതോ ഒരാളൂടെ ഇന്ത്യയിൽ നിന്നുണ്ട്. ആരാ? മദർ തെരേസ. ഓ, ആണുങ്ങളായിട്ട് വിശുദ്ധ പദവിയിലെത്തിയത് മരുന്നിന് ഒരെണ്ണം അല്ലേ? ആരാണ്? ചാവറപ്പിതാവ്. കുഞ്ഞച്ചനൊക്കെ വരുന്നതേ ഉള്ളൂ. വാഴ്ത്തപ്പെട്ടതാണ്, ബാക്കിയെല്ലാം വീഴ്ത്തപ്പെട്ടതാണ്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് വിശുദ്ധ പദവിയിൽ ആഗോള സഭയിലെ വിശുദ്ധരുടെ എണ്ണം എടുത്താലും കൂടുതലും ചേട്ടത്തിമാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ വിശുദ്ധമായ ജീവിതം നയിക്കുന്നു, ഈശോയെ കൂടുതൽ അനുകരിക്കുന്നു. ഈശോയോട് അടുത്ത് ജീവിക്കാൻ പൗരോഹിത്യം വേണം എന്നൊരു നിർബന്ധവുമില്ല. മറിച്ച് വിശുദ്ധ പദവിയിലെത്തുക എന്നുള്ളതാണ് സഭയിലെ ഏറ്റവും പരമമായ സ്ഥാനം. ആ സ്ഥാനം സ്ത്രീകൾക്ക് ഒരു വിവേചനവുമില്ലാതെ തിരുസഭ നൽകുന്നു എന്നുള്ളതിനാൽ വനിതാ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സഭ ദൈവവചനത്തിൻ്റെയും വിശുദ്ധ പാരമ്പര്യങ്ങളുടെയും വെളിച്ചത്തിൽ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഈശോ സ്ത്രീകൾക്ക് കൊടുത്ത വലിയ സ്ഥാനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇന്ന് സഭയിൽ എത്രമാത്രം ഉന്നതിയിലേക്ക് സ്ത്രീകൾ വന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നല്ല അറിവ് ലഭിച്ചു. തീർച്ചയായിട്ടും അത് ശുഭപ്രതീക്ഷയ്ക്കുള്ള വക തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, സിജോം സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എനിക്ക് ചോദിക്കാനുള്ളത്, വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച കത്തോലിക്കർ അവരുടെ സാമൂഹികവും കുടുംബപരമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയതിന് ശേഷം പുരോഹിത വൃത്തിയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു നിലപാടിൽ സഭയുടെ ഔദ്യോഗികമായ കാഴ്ചപ്പാട് എന്താണ് എന്നാണ്? സിജോ സാറിന് ഒരു നോട്ടം ഉണ്ടോ? തൽക്കാലമില്ല. വീട്ടുകാരെത്തി സമ്മതിക്കുമോ? സമ്മതിക്കായികയില്ല. യെസ്, അതായത് നമ്മൾ പറഞ്ഞത് ഇവരുടെ ചോദ്യം ഇതാണ്. ഈ സഭയിൽ ചിലയിടത്ത് ഇങ്ങനെ മറ്റുള്ളവർ വിവാഹ ജീവിതത്തിൽ നിശ്ചിത കാലം ജീവിച്ച ശേഷം പൗരോഹിത്യം സ്വീകരിച്ചതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതിന് ജീവിത പങ്കാളി ജീവിച്ചിരിക്കാൻ പാടില്ല. അതിനെ തട്ടിയിട്ട് വന്നാൽ സ്വീകരിക്കുകയല്ല. മറിച്ച് അതായത് വിവാഹ ഉടമ്പടി നിലനിൽക്കാൻ പാടില്ല. വിവാഹ ഉടമ്പടി നിലനിൽക്കാതിരിക്കുന്ന ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഏതാണ്? മരണം മൂലം ജീവിത പങ്കാളി വേർപിരിഞ്ഞ് ഇല്ലാതായി എങ്കിൽ വിവാഹ ഉടമ്പടി നിലനിൽക്കുന്നില്ല. പക്ഷെ അപ്പോഴും വേറെ ചില ബാധ്യതകളൂടെ ഉണ്ട്. മക്കൾ ആ ബന്ധത്തിലുണ്ട് എങ്കിൽ എല്ലാ മക്കളും രേഖാമൂലം എഴുതി സമർപ്പിക്കണം. ഇത് ഞാൻ അങ്ങ് എടുത്തോ, കുഴപ്പമില്ല, ഈ അപ്പൻ പൗരോഹിത്യം സ്വീകരിച്ച് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിരുമില്ല, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അപ്പൻ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റി
ഞങ്ങളുടെ എല്ലാം അപ്പൻ ഒരു ബാധ്യതയുമില്ലാതെ പരിഹരിച്ചിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മെത്രാണിച്ചൻ ഇങ്ങനൊരു വ്യക്തിയെ പൗരോഹിത്യത്തിലേക്ക് സ്വീകരിക്കാൻ സന്നദ്ധനാണ്. ഇത്രയും വ്യവസ്ഥകൾ ഒത്തുകിട്ടിയാൽ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ ശുശ്രൂഷ പൗരോഹിത്യം നിറവേറ്റാനുള്ള ആരോഗ്യം, കായികക്ഷമത, കൈകാലുകളുടെ ക്ഷമത, കാലിനൊക്കെ ഒരു മരപ്പ, എഴുന്നേക്കാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞാൽ പട്ടം കൊടുക്കാൻ പറ്റിയല്ല. കാരണം എന്താ, മരച്ചുകൊണ്ടിരുന്നാൽ പോരാ, ഇത് എഴുന്നേറ്റ് നിന്ന് കുർബാനയൊക്കെ ചെല്ലണം അല്ലേ. അതുപോലെ തന്നെ ഇതിങ്ങനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 70-ാം വയസ്സിൽ ഇങ്ങനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ച്, ഭാര്യയൊക്കെ മരിച്ച് പിള്ളേരൊക്കെ ഒരു വഴിക്കായി 70 വയസ്സുമായി സ്വീകരിക്കാൻ അന്നും ഈ പൗരോഹിത്യ പരിശീലനം അതേപടി ഉണ്ട്. ഒയ്യോ എന്നല്ലേ, ഈ 10 കൊല്ലം പോയി പരിശീലിക്കണം അന്നേരം. ആ പരിശീലനം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും കാര്യത്തിനൊരു തീരുമാനമാകും. അതാണ് പലപ്പോഴും അതിനുള്ള തടസ്സം എന്നുകൂടി. കേരള സഭയിൽ വളരെ വിരളമായിട്ട് 1-2 കേസുകൾ മറ്റേ കേരള സഭയിൽ അങ്ങനെ വിരളമായി സംഭവിച്ചിട്ടുണ്ട്. 2 പേർക്കെങ്കിലും ഈ രീതിയിൽ ഈ കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ പൗരോഹിത്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. തയ്യാറായിട്ട് മുന്നോട്ട് വരാത്തതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്? തയ്യാറായി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഇത് അത്രമേൽ എളുപ്പമുള്ളൊരു കാര്യമല്ല ഈ പൗരോഹിത്യ സ്വീകരണം. തന്നെയുമല്ല, ഈ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം ഒത്തുവരണമല്ലോ. പലപ്പോഴും പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ആയുസ് കുറവാണ് കേരളത്തിൽ അല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ തീരെ സാധ്യതയില്ല. ഇനി മറ്റു ചോദ്യങ്ങൾ ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, വിനോദ് സാറാണ്. വിനോദ് സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, സാറ് ചോദിച്ചതിൻ്റെ ഏകദേശം ഒരു ബന്ധമുള്ളൊരു ചോദ്യമാണ്. വിവാഹം എന്ന് പറയുന്ന കൂദാശ റദ്ദ് ചെയ്യാൻ തിരുസഭയ്ക്ക് അധികാരമുണ്ട്. പക്ഷേ തിരുപ്പട്ടം എന്ന് പറയുന്ന കൂദാശ തിരിച്ചെടുക്കുവാൻ തിരുസഭയ്ക്ക് അധികാരമില്ല എന്ന് പറയുന്നു. അത് ശരിയാണോ, അല്ലെങ്കിൽ എന്തിൻ്റെ വിശദീകരണം? യെസ്, വിനോദ് സാറിൻ്റെ ചോദ്യം. വിവാഹം റദ്ദ് ചെയ്യാം സഭയ്ക്ക്, എന്നാൽ തിരുപ്പട്ടം റദ്ദ് ചെയ്യാൻ പറ്റിയല്ല. വിവാഹം റദ്ദ് ചെയ്യാൻ സഭയ്ക്ക് അധികാരം ഇല്ല. കാരണം എന്താണ്? സാധുവായി യോജിപ്പിക്കപ്പെട്ട ഒരു വിവാഹം ഒരു കാരണവശാലും വേർപിരിക്കാൻ റോമ മാർപ്പാപ്പായ്ക്ക് പോലും അധികാരമില്ല. പിന്നെ നമ്മൾ ഈ അരമന കോടതിയുടെ ചില വിവാഹ മോചനങ്ങൾ നടത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. അതെന്താണ്? ആ വിവാഹം സാധുവായിട്ടല്ല നടത്തിയത് എന്ന് പ്രഖ്യാപിക്കുന്ന മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു, പൂർണ്ണമായ അറിവോടെ സമ്മതത്തോടെ സ്വാതന്ത്ര്യത്തോടെ ചെയ്ത വിവാഹമായിരിക്കും. ചില കാര്യങ്ങൾ മറച്ചു വെച്ചു. 8-ാം ക്ലാസ് വരെ മനോരോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കൊച്ചായിരുന്നു. അവൻ അത് മറച്ചു വെച്ച് കല്യാണം കഴിച്ചാൽ മനോരോഗം മാറുമെന്ന് കേട്ടുകൊണ്ട് മരുന്ന് കഴിക്കുന്നതിന് പകരം അവൻ പോയി കല്യാണം കഴിച്ചു. സാധാരണഗതിയിൽ ഒരു വട്ടും ഇല്ലാത്തവനും കല്യാണം കഴിച്ചാൽ വട്ടു പിടിക്കുന്നതാണ് അല്ലേ, നിങ്ങൾക്കറിയാം. പക്ഷേ അവൻ്റെ ഈ രോഗമെല്ലാം വെളിപ്പെട്ടു. ഉടനെ ആ പെങ്കൊച്ചു കൊണ്ട് കേസ് കൊടുത്തു. ഇവൻ രോഗം മറച്ചു വെച്ചാണ് കല്യാണം നടത്തിയത് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ അറിവ് അവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ കല്യാണം സഭ വേർപിരിച്ചു കൊടുക്കും. അതായത് ആ കല്യാണം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്നാണ് സഭ പ്രഖ്യാപിക്കുക. സാധുവായി സംഭവിച്ച കല്യാണം അല്ല അത് എന്ന് പറയാൻ മാത്രമേ സഭയ്ക്ക് അവകാശമുള്ളൂ. അല്ലാതെ സാധുവായി നടന്ന് പൂർത്തീകരിക്കപ്പെട്ട ഒരു വിവാഹം ഒരിക്കലും വേർപിരിക്കാൻ സഭയ്ക്ക് അവകാശം ഇല്ല. അതുപോലെ തന്നെയാണ് പൗരോഹിത്യത്തെക്കുറിച്ച്. പൗരോഹിത്യവും ഇതുപോലൊരു കൂദാശയാണ്. ഇത് ദൈവം തിരഞ്ഞെടുത്ത് ദൈവം അഭിഷേകം ചെയ്ത് ദൈവം നിയോഗിച്ച ശുശ്രൂഷയാണ്. അത് ഇവന് ഇനി മുതൽ നീ അച്ഛനല്ല എന്ന് പറയാൻ സഭയ്ക്ക് അധികാരമില്ല. മറിച്ച് സഭ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പുരോഹിത ശുശ്രൂഷകൾ സമൂഹത്തിൽ ചെയ്യുന്നതിൽ നിന്ന് ആ വ്യക്തിയെ വിലക്കാം. മനസ്സിലാകുന്നു? ആ വ്യക്തിയെ വിലക്കാം. ഇനിമേൽ അച്ഛൻ പരസ്യമായി കുർബാനയെല്ലാം പാടില്ല, കുമ്പസാരിപ്പിക്കാൻ പാടില്ല, ഇനിമേൽ പുരോഹിത വേഷം ധരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല,
ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ കൊടുക്കാം. അതുപോലെ തന്നെ പുരോഹിത വ്രതങ്ങളിൽ നിന്നുള്ള ഒഴിവ് കൊടുക്കാം. ബ്രഹ്മചര്യ വ്രതം അദ്ദേഹം പാലിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന് പുരോഹിത വൃത്തി നിർത്തി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് അദ്ദേഹം റോമാ മാർപ്പാപ്പായ്ക്ക് എഴുതി കൊടുക്കണം. മാർപ്പാപ്പ അനുവദിക്കും. വിവാഹം കഴിക്കുന്നതിനായി ബ്രഹ്മചര്യ വ്രതത്തിൽ നിന്ന് താങ്കളെ ഇന്ന് മുതൽ ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു ഒഴിവാക്കൽ, അതിന് പറയുന്ന പേര് ഡിസ്പെൻസേഷൻ എന്നാണ്. ആ ഡിസ്പെൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പട്ടം സ്വീകരിച്ച വ്യക്തിക്ക് പള്ളിയിൽ വെച്ച് കൂദാശപരമായി വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം ആര് തന്നെയായിരിക്കും? വൈദികൻ തന്നെയാണ്. അതൊരിക്കലും മായാത്ത പൗരോഹിത്യത്തിൻ്റെ മുദ്ര ആ വ്യക്തിയിലുണ്ട് എന്നതാണ് സത്യം. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.